CPM-നോട് പൂർണ്ണമായും ഇടഞ്ഞ മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനാപുരത്ത് തന്നെ ഒതുക്കാൻ CPM ബോധപൂർവം ശ്രമിക്കുന്നുവെന്നാണ് ഗണേഷ് കുമാറിന്റെ വിലയിരുത്തൽ. KSRTC-യിലെ ശമ്പള വിതരണം സമയത്ത് നടത്താൻ ധനവകുപ്പ് പണം അനുവദിക്കാത്തതും കല്ലുകടിയായിട്ടുണ്ട്. ആചാര വിഷയത്തിൽ മുഖ്യമന്ത്രിയെ തിരുത്തിയതും അതൃപ്തി പ്രകടിപ്പിക്കാൻ തന്നെയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും മുന്നറിയിപ്പുമായി AICC നേതൃത്വം. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ KPCC അധ്യക്ഷ പദവിയും പ്രതിപക്ഷ നേതാവ് സ്ഥാനവും തെറിക്കുമെന്ന നിലപാട്. പുനഃസംഘടനയ്ക്കും യോജിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും തയ്യാറാകണമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ മുന്നറിയിപ്പ്. രശ്മി കാർത്തിക തുടരുന്നുണ്ട്. രശ്മി, കഴിഞ്ഞ ദിവസം KPCC യോഗത്തിൽ പോലും നമുക്ക് മനസ്സിലായത്, രാഷ്ട്രീയകാര്യ യോഗത്തിൽ പോലും നമുക്ക് മനസ്സിലായത്, നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഈ സുധാകരനും VD സതീശനുമായുള്ളൊരു തർക്കം അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് വളരെയധികം തിരിച്ചടിയായി മാറുമെന്നും, മാത്രവുമല്ല KPCC പുനഃസംഘടനയിൽ പോലും കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു തീരുമാനം വേണം, അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളെ പോലും നേരിടണമെങ്കിൽ ഈ നേതാക്കൾ തമ്മിലുള്ള തമ്മിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ഇത് അവസാനിപ്പിക്കേണ്ട ഘട്ടമായിരിക്കുന്നു. ഇപ്പോഴല്ല മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി നടത്തേണ്ടത് എന്നിങ്ങനെ നിരവധി വിമർശനങ്ങൾ വന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെ AICC-യുടെ മുന്നറിയിപ്പ് ഈ ഇരു നേതാക്കൾക്കും ലഭിച്ചിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും അത്തരത്തിലാണ്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പല നേതാക്കളുമായി, KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ പല നേതാക്കളുമായി ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതും ഓരോ നേതാക്കളെ പ്രത്യേകം വരുത്തിയാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം, ഇനി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് KPCC-യുടെ നേതൃസ്ഥാനത്ത് K സുധാകരൻ മതിയോ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട്? ഈ രണ്ട് ചോദ്യങ്ങളാണ് ഓരോ നേതാക്കളെയും. തിരുവനന്തപുരത്ത് സ്വകാര്യ ഹോട്ടലാണ് ദീപാദാസ് മുൻഷി തുടരുന്നത്. അവിടേക്ക് ഓരോ നേതാക്കളെയും പ്രത്യേകം വിളിച്ചു വരുത്തിയാണ് ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൽ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ തേടിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മുന്നറിയിപ്പ് നിലവിൽ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു തമ്മിലടി വിഷയം ഈ കോൺഗ്രസിൽ ഇത് ആദ്യമായിട്ടല്ല, ഇത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഏത് വിഷയം എടുത്താലും ഈ തമ്മിലടിയാണ് മുന്നിൽ നിൽക്കുന്നത്. അത് രാഷ്ട്രീയകാര്യ സമിതിയിലും വലിയ രീതിയിലുള്ള വാക്പോരൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സ്ഥാനം തെറിക്കുന്നത് KPCC പ്രസിഡന്റ് സ്ഥാനവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനവും തെറിക്കും. യോജിച്ച് മുന്നോട്ട് പോകണം, പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൽ ഒന്നിച്ച് പ്രവർത്തിക്കണം, അത് അല്ലെങ്കിൽ ഒരേ മനസ്സോടെ നിൽക്കണം എല്ലാ കാര്യങ്ങളിലും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ദീപാദാസ് മുൻഷി നൽകിയിരിക്കുന്നത്. ഇന്നും ചർച്ചകൾ തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വൈകുന്നേരത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ടും ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഒരു സംയുക്ത വാർത്താ സമ്മേളനം K സുധാകരന്റെയും VD സതീശന്റെയും KPCC-യിൽ വിളിച്ചു ചേർത്തിരുന്നു. രാവിലെ 10:30-ക്കാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത്. അതും ഈ ഐക്യം വിളിച്ചോതുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്നു വന്ന ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഐക്യം വിളിച്ചോതുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. പക്ഷേ ആ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നതായി അറിയിക്കുകയായിരുന്നു. ഒരു കോൺഗ്രസ് നേതാവ് രാഷ്ട്രീയകാര്യ സമിതി ചേർന്നതിന് ശേഷം തിരിച്ചു പോകവേ ഉണ്ടായ അപകടം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അപകടത്തിൽ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി പോകണം, അതുകൊണ്ട് വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് നേതാക്കൾ അറിയിച്ചത്. പക്ഷേ ഇന്നലെ ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തുണ്ടായിരുന്നു. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനും മറ്റ് സമരത്തിൽ പങ്കെടുക്കാനും VD സതീശനും തിരുവനന്തപുരത്തുണ്ടാകുന്നു. ഇനി KPCC പ്രസിഡന്റ് K സുധാകരനാകട്ടെ കൊച്ചിയിലേക്ക് പോയത് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പം നേതാക്കളെല്ലാം തന്നെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. രാവിലെ 10:30-ക്കായിരുന്നു വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. ഇവരുടെ അഭിപ്രായ ഭിന്നതയാണ് ഈ ഐക്യ വാർത്താ സമ്മേളനം പോലും, ഐക്യം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം പോലും മാറ്റിവെച്ചതിന്റെ കാരണമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ തമ്മിലടി തുടരുന്നൊരു സാഹചര്യത്തിലാണ് ഇരുവർക്കും ദീപാദാസ് മുൻഷി ഉൾപ്പെടെ ഉള്ള നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ദേവിക. അതെ, രാഷ്ട്രീയകാര്യ സമിതി തന്നെ വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. കാരണം കോൺഗ്രസിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഭരണപക്ഷത്തിനെതിരെ വലിയ ജനകീയ വികാരമുണ്ട്.
മാത്രമല്ല വിനോദ്, ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുൻപ് തന്നെ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ ഒരു ചരട് വലി ഇപ്പോൾ പാടില്ല എന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതാക്കളെല്ലാം ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവർ തമ്മിലുള്ള ഒരു തമ്മിത്തല്ല് അത് വളരെ പരസ്യ പോരായി മാറിയ ഒരു സാഹചര്യം, മൈക്കിന് വേണ്ടിയുള്ള ഒരു തല്ല്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് ജനങ്ങൾ പോലും ഇതിനെ troll ചെയ്തു. നേതാക്കൾ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, KPCC പ്രസിഡന്റ് ഉണ്ട്, കേന്ദ്രത്തിൽ നിന്ന് നോക്കിയാൽ KC വേണുഗോപാലുണ്ട്, പിന്നെ K മുരളീധരനുണ്ട്. നേതാക്കൾ അങ്ങനെ ആ ഒരു കസേരയുടെ ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. പക്ഷേ അധികാരം കിട്ടിയിട്ട് വേണ്ടേ മുഖ്യമന്ത്രിയാവാൻ? ഒന്നിച്ചു നിൽക്കാതെ ആദ്യം മുഖ്യമന്ത്രിയെ പറ്റി സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് രാഷ്ട്രീയകാര്യ സമിതി പറയുന്നത്.